കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ശബ്ദരേഖ പുറത്ത്. വ്യാജ സ്ക്രീൻഷോട്ട് താൻ പങ്കുവച്ചിട്ടുണ്ട് എന്ന് ശബ്ദരേഖയിൽ. ഞാൻ എന്റെ മൊഴി കൃത്യത നിങ്ങൾ മൊഴി എടുപ്പിക്കും. ഞാൻ കൊടുത്ത മൊഴി ഞാനാണോ എനിക്കറിയുന്നതിനാ എന്റെ ഇവിടെ ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നാട്ടിനകത്ത് പിന്നെ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന അപ്പൊ സ്വാഭാവികമായിട്ട് ഷെയർ ചെയ്ത് എന്താ ഞാൻ എല്ലാ സാധനവും ഷെയർ ചെയ്യുന്ന അതുപോലെ ഷെയർ ചെയ്ത് വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, എന്തായാലും പ്രതി ജിതിൻ ഭാസ്കറിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ഒരു കാഫിർ സ്ക്രീൻഷോട്ടിൽ താൻ പങ്കുവെച്ചിട്ടുണ്ടോ എന്നതിൽ എന്താണ് തെളിവെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ജിതിൻ ഭാസ്കറിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴിത് ഈ ഒരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുകയാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ജിതിൻ ഭാസ്കറിന്റേത് എന്ന തരത്തിലുള്ള ഈ ശബ്ദരേഖ പുറത്തുവിട്ടത്. ഇതിൽ ജിതിൻ്റെതായി പറയപ്പെടുന്ന ശബ്ദം എന്ന് പറയുന്നത് താനിത് പങ്കുവെച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു വോയിസ് ആണ് പുറത്തു വരുന്നത്. എന്നാൽ ഇത് ജിതിൻ ഭാസ്കർ അത് സമ്മതിക്കുന്നതിലൊരു വൈരുദ്ധ്യത എന്ന് പറയുന്നത് ഇന്നലെയാണ് ജിതിൻ ഭാസ്കർ ഇത് സംബന്ധിച്ച് താൻ പങ്കുവച്ചു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഹാജരാക്കണം, അങ്ങനെ തെളിവുണ്ടെങ്കിൽ തീർച്ചയായും താൻ തന്നെയാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ നിന്ന് സമ്മതിക്കാം എന്ന തരത്തിൽ വെല്ലുവിളി ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വിഷയം കൂടിയാണ്. ജിതിൻ തന്നെയാണ് ഇത്തരത്തിൽ ഈ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ എന്ന് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും കാഫിർ സ്ക്രീൻഷോട്ട് കേസിലാണ് ജിതിൻ ഭാസ്കറിന്റെ ഈ ഒരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ജിതിൻ ഭാസ്കർ ഇത്തരത്തിൽ പറഞ്ഞത് താൻ ഇത്തരത്തിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തു എന്നതിനുള്ള തെളിവ് എന്താണെന്നൊരു വെല്ലുവിളിയൊക്കെ നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജിതിൻ ഭാസ്കറിന്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും വ്യാജ സ്ക്രീൻഷോട്ട് താൻ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് എന്നാണ് പ്രധാനമായും ശബ്ദരേഖയിൽ പറയുന്നത്. വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.